കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തനാൻസിലേക്ക് സ്വാഗതം. 129 റുപ്പീസ് പെർ മീറ്ററിൽ വന്നിരിക്കുന്ന കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വിഡ്ത്ത് വരുന്നത് എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. നമുക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഹോട്ട് സീസൺ ആയതുകൊണ്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിലാണ്. ബ്ലാക്കും ലൈറ്റ് ഗ്രീനും ബ്ലൂവും, പീകോക്ക് ബ്ലൂവും കൂടെയുള്ള കളറിലാണ് പ്രിന്റുകൾ പോകുന്നത്. അതുപോലെ തന്നെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. കലങ്കാരിക്ക് തിക്കായിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിന്ന് കാണുന്നതെല്ലാം തന്നെ 30s by 30s കൗണ്ട് ആയിട്ടുള്ള കലങ്കാരിയാണ്. 3 തരം കൊണ്ടുവന്നിരുന്നു. 40s കൊണ്ടുവന്നിരുന്നു, 30s കൊണ്ടുവന്നിരുന്നു, 60s കൊണ്ടുവന്നിരുന്നു. നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ 30സിലുള്ളതാണ്. കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. 129 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ചിക്കുവിന്റെ തന്നെ വേറൊരു കളറാണ്. നമുക്ക് ഇതിനകത്ത് കളർ കയറി വരുമ്പോൾ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ആ ഒരു ബേസ് കളർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലൈറ്റ് ആണ്. അപ്പൊ ചിക്കുവിനകത്തൊരു ബ്രൗൺ കളറും കൂടെ നമ്മളിങ്ങനെ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വരുന്നൊരു കളറില്ലേ, അങ്ങനത്തെ കളറാണ്. എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ടുള്ള ചിക്കു കളറിലേക്കല്ല പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് കേട്ടോ. ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം പോകുന്നത്. കോഫി ബ്രൗണും പീകോക്ക് ബ്ലൂവും ലൈറ്റ് ഗ്രീനും കളറിലുള്ള പ്രിന്റുകളാണ്. ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ചെങ്കലിന്റെ കളറിന് മാച്ച് ചെയ്യാവുന്ന കളർ തന്നെയാണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ, ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ ആയിട്ടുള്ള പ്രിന്റുകൾ തന്നെയാണ്. ഇതും വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത് കാണിച്ചു തരട്ടെ. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഇത് വരുന്നത്. 129 റുപ്പീസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കോഫി ബ്രൗണിന്റെ തന്നെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ കുറച്ച് ഡാർക്കർ ടോണിലേക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ആയിട്ടാണ് ഇത് പോകുന്നത്. നമുക്കിത് വെച്ച് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. 129 റുപ്പീസ് പെർ മീറ്റർ, 44 ഇഞ്ചിലുള്ള കലങ്കാരി 30s by 30s ആണ് ത്രെഡ് കൗണ്ട് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ആണ്. ബ്രൗൺ യെല്ലോയും കൂടിയുള്ള കളറിലാണ് പോകുന്നത്. അപ്പൊ ആദ്യം കണ്ട ബ്രൗണിൽ നിന്നും കുറച്ച് ചേഞ്ച് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇതും പോയിരിക്കുന്നത്. ഇതും വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റിലാണ്. ഇതും നല്ല ഭംഗിയുള്ളത് തന്നെ. ഒക്കെ ഒരു ഏകദേശം ഒക്കെ ഒരു ബ്രൗണിന്റെ പലതരം ടോണിലേക്കാണ് ഇപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നതെല്ലാം തന്നെ വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം പോകുന്നത്. 129 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ആണ് ഇഞ്ച് വിഡ്ത്ത് വരുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ ചിക്കുവിനകത്ത് തന്നെ യെല്ലോയും പീകോക്ക് ബ്ലൂവും കളറിലുള്ള പ്രിന്റുകളാണ്. അപ്പൊ നമ്മളിന്ന് അധികം കണ്ടതും പീകോക്ക് ബ്ലൂവും യെല്ലോയും ഒക്കെ കൂടെയുള്ള മിക്സ് ആയിരുന്നല്ലേ. അപ്പൊ ഇപ്രാവശ്യം വന്നത് അങ്ങനെയായിരുന്നു. അതൊന്ന് നമുക്ക് വെച്ച് നോക്കാം. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളറും പ്രിന്റുകളും ഒക്കെ തന്നെയാണ്. നമ്മൾ കണ്ടത് 30s by 30s ആയിട്ടുള്ള കലങ്കാരി കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ 44 ഇഞ്ച് വിഡ്ത്തിൽ 129 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. കുർത്തിയും ടോപ്പും ബോട്ടവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ജെൻസിനൊക്കെ ചിലരൊക്കെ ഇതൊക്കെ ഷർട്ട് ചെയ്തിടുന്നതൊക്കെ കാണാറുണ്ട് വീഡിയോയിലൊക്കെ. അപ്പൊ അതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. കലങ്കാരി ഒരു പരിവാരത്തെ കോട്ടൺ ആണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളിത് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.